ഇന്നത്തെ രാത്രി നമ്മ ആറാട്ടാൻ പോവുകയാണ്ട അഴിഞ്ഞാട്ടി അങ്ങാണ്ട് മീനൊക്കെ കോരി എടുക്കാൻ പോണേണ്ട ഒരു മീനെ ഒരു ഞണ്ടിനെ നമ്മ വെറുതെ വിടൂലട്ടോ നമ്മുടെ കണ്ണി കണ്ട എല്ലാത്തിനും നമ്മ ഇതേപോലെ പ്ലിക്കും 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 എന്നും പറഞ്ഞ് കോരി എടുക്കും. അതിനകത്ത് ഞണ്ടുണ്ട്, കോലാനുണ്ട്, കരിമീനുണ്ട്, നച്ചയ്ക്കുണ്ട്, ജീവനുള്ള മത്സ്യങ്ങൾ നമ്മ എല്ലാത്തിനും അങ്ങോട്ട് കോരി എടുക്കോട്ടാ. വിഷമില്ലാത്ത മത്സ്യങ്ങളെ പിടിച്ച് കഴിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മ ഈ പ്രവൃത്തി ചെയ്യണം. ഇത്രയും മത്സ്യങ്ങളെ നമുക്ക് വലയിട്ട് പിടിക്കാനാ ചൂണ്ടിയിട്ട് പിടിക്കാനാ എത്ര നേരം വേണമെന്ന് നോക്കി. ഇതാകുമ്പോൾ കണ്ട നമ്മ അരികത്തിരിക്കണ സാധനത്തിന് ചെടപടേ എന്ന് അങ്ങോട്ട് കോരിയിട്ട് അടിച്ചിട്ട് ചെടപടേ എന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകട്ടാ. അതായത് പോലീസുകാരൊക്കെ വന്ന് നമ്മുടെ ഫാൻസ് ആയിട്ടുണ്ട്. അവരൊക്കെ അന്താളിച്ചു പോണെയാണ് നമ്മുടെ കരിമീനെയൊക്കെ കണ്ടിട്ട്. ഇതേപോലെ ഒത്തിരി ഫാൻസ് നമ്മുടെ മീൻകോരൽ കാണാനും നമ്മുടെ വർത്താനം കാണാനും നമ്മുടെ വീഡിയോ എടുപ്പും മീൻ പിടുത്തമൊക്കെ കാണാനായിട്ട് നമ്മുടെ ചുറ്റും കൂടിയിട്ടുണ്ട് കേട്ടാ. അവരെയൊന്നും പിന്നെ നമുക്ക് കാണിക്കണില്ല. അത് കണ്ട പെട്ടക്കണ്ട മച്ചന്നെ. വെറും 3 മണിക്കൂർ കൊണ്ട് നമ്മ ഈ സൈഡിൽ നിന്ന് മാത്രം കോരി പിടിച്ച മീനുകളെ മാത്രം കൊണ്ടാണ് ഞാൻ കാണിച്ചേക്കണം. വെയിലേറ്റ സമയത്തായിരിക്കും കേട്ടോ നമുക്ക് ഈ ഫിഷിങ്ങിന് നന്ന് ഉത്തമമായിട്ടുള്ള സമയം കേട്ടോ. ഈ ഒരുമാതിരി ഇത്ര മീനൊക്കെ കിട്ടിയപ്പോഴേക്കും നമുക്ക് രണ്ടിരിക്കും ഒരു കറിക്കങ്ങാട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തെന്ന് ആദ്യം ഇത്തിരി ശോകമാണെങ്കിലും പിന്നെ ചാടിക്കളിക്കട കൊച്ചുരാമ തുള്ളിക്കളിക്കട കൊച്ചുരാമ എന്ന് പറഞ്ഞിട്ട് മീനൊക്കെ വെറുതെ ചാടി കയറണായിരുന്നു കേട്ടാ. വെറുതെ മീൻ എൻ്റെ അടുത്തോ എന്നും പറഞ്ഞ് കയറണ ഒരു സന്തോഷമായിരുന്നു പിന്നീട് നമുക്ക് കിട്ടിയത് കേട്ടാ. പൊളി മൂടായിരുന്നു. ഇന്നലെ രാത്രി കണ്ട നടത്തിയ ഒരു ആറാട്ടാണ് ഇത്ര നേരം കണ്ടത്. ഞാനും ഫ്രണ്ട്സ് ചേട്ടനും കൂടി ഒരു ഒളിപ്പോര്. അപ്പോൾ ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി കാലങ്ങളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ലൈറ്റ് അടിച്ച് ഇതിൻ്റെ കണ്ണ് ബ്ലറാക്കിയിട്ട് അങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് ഇൻട്രോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കിടന്നുറങ്ങി കുളിച്ച് സുന്ദരനായിട്ട് അടുത്ത കണ്ടിന്യൂ വീഡിയോ ഫുൾ വീഡിയോ അങ്ങോട്ട് ഇറക്കണേ. അപ്പോൾ അതും കൂടി ആസ്വദിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. നമ്മളങ്ങനെ സ്ഥലത്തെത്തിയത് സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പോട്ടിലോട്ട് കടന്നപ്പോൾ തന്നെ അവിടെ കളിച്ചിരുന്ന വെച്ചാൽ മീനെല്ലാം എസ്കേപ്പ് എന്നും പറഞ്ഞാൽ അങ്ങോട്ട് ഇട്ടണി. നമ്മപ്പോൾ എങ്ങോട്ടാണ് പോയെന്ന് നോക്കിയപ്പോൾ തന്നെ പ്രിൻസ് ചേട്ടൻ പറഞ്ഞ് ചെയ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നിന്നെ വിടില്ലെന്ന് പറഞ്ഞിട്ട് പ്രിൻസ് ചേട്ടൻ അതിൻ്റെ പുറകെ വെച്ച് പിടിച്ചിട്ടാ. അങ്ങനെ മീനിൻ്റെ റൂട്ട് മാപ്പ് നോക്കി ഇതേ അവിടെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾ നീന്തി തുടിച്ചുകൊണ്ട് നടക്കണേ. അയ്യോടാ ജസ്റ്റ് അന്നാ ഞാൻ വിടൂലടാന്ന് പറഞ്ഞിട്ട് ഇതേ അപ്പുറത്ത് പോയവനെ പ്രിൻസ് ചേട്ടൻ അങ്ങോട്ട് കോരി എടുത്തിട്ടാ. കോലാനായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ മീൻ. നല്ല വലിയ കോലാനാവുന്ന ഇനത്തിൽ പെട്ടുകൊണ്ട് തന്നെ ഈ കോലാൻ്റെ ഇറച്ചി നല്ല മുറുക്കുള്ളതായിരിക്കും കേട്ടോ. അതുകൊണ്ട് പ്രിൻസ് ചേട്ടൻ പറഞ്ഞേക്കണത് പച്ചക്കുരുമുളക് ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതാണ്. അപ്പം തന്നെ ഞാനെടുത്ത് അങ്ങോട്ട് കിറ്റിലോട്ടിട്ട് അടുത്ത കോലാനയും കൂടി പ്രിൻസ് ചേട്ടൻ അപ്പം തന്നെ പൊക്കി അങ്ങോട്ട് ഇട്ട്. നല്ല പിടപ്പുണ്ടല്ലേ, നല്ല ഫ്ലെക്സിബിളാണ്ട് ഇവൻ. നമ്മളെ കാണുമ്പോൾ തന്നെ പറഞ്ഞ അങ്ങോട്ട് പോയി കളിക്കണ്ട ചാടി കളിക്കാണ്ട് അടിപൊളി. പിന്നെയും കണ്ടത് കോലാൻ്റെ ഒരു ജാഥ തന്നെയാണ് അങ്ങോട്ട് പ്രിൻസ് ചേട്ടൻ നടത്തിയത്. മൂന്നാമത്തെ കോലാൻ ചാട്ട പടയതേ കിടക്കും. അപ്പോൾ നമ്മൾ വെറൈറ്റി ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ആ പ്രിൻസ് ചേട്ടനോട് പറഞ്ഞു വെറൈറ്റി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വെറൈറ്റിക്ക് വേണ്ടി ഇതേ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നച്ചക്കാണ് കിട്ടിയേക്കണേ കേട്ടാ. അപ്പോൾ നച്ചക്ക ഇച്ചിരി പശകായതുകൊണ്ട് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണം ഇത് പക്ഷെ കാണാൻ ഭംഗിയാണെങ്കിലല്ലേ ഈ നച്ചക്ക ഒരു കുത്തു കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വേദന ആയിരിക്കും കേട്ടോ. ഇതാണ് ഞാൻ അതിൻ്റെ തലക്ക് പിടിച്ചിട്ടത്. അപ്പോൾ അതേ അടുത്ത ഒരെണ്ണം സ്കെച്ച് ചെയ്ത് അവിടെ തുള്ളി കളിക്കുന്നുണ്ട്. അതതിനെ അങ്ങോട്ട് നോക്കാം. വലേ കയറിയിട്ട് ചാടിപ്പോയി ചമ്മിപ്പോയി നമ്മ. അതെ അടുത്ത് പറഞ്ഞ വന്നിട്ടുണ്ട്. പറട്ടെ സോണിയ പറട്ടെ സോണിയ ഓയ്. പിന്നെ ഞാൻ പറഞ്ഞേ വെറൈറ്റി പിടി കോലാന മാത്രം ശരിയാവില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാം കാണണ്ടേ. കോലാൻ സെറ്റപ്പ് കാണോ പിന്നെ ഉണ്ടാവും തിളക്കം ഉണ്ടായില്ല അല്ലേ. നമ്മളെ അടുത്ത വെറൈറ്റിയാ കരിമീൻ നന്ദനാണ് അത്ര വലുത്. എൻ്റെ മതി കണ്ടെന്ന് സൂചിച്ചിട്ടെ ഓഫ് കാണാൻ പറ്റില്ല അങ്ങനെ. അതിനെ അങ്ങോട്ട് ഓടിച്ചെടുത്തേ. കുറേ നേരം പ്രേക്ഷകർക്ക് സഹിച്ചിരിക്കാൻ പറ്റുമൊന്നുമില്ല. ഇത്ര ക്ഷമയൊന്നും എൻ്റെ പ്രേക്ഷകർക്കില്ല. 30 സെക്കൻഡിനുള്ളിൽ പ്രേക്ഷകർക്ക് മീനെ കാണണമെന്നാണ് പറയണ. കണ്ട ഇട് ഉണ്ടാ വലിയ നന്ദ് അല്ലേ. പോയാ
ഷേ എൻ്റെ പ്രേക്ഷകരെ സങ്കടപ്പെടുത്താൻ നിങ്ങൾ ഇങ്ങനെയൊന്നും കാണിക്കില്ലേ? അവരുടെ ചീത്ത പറയും, തെറി പറയും. കിട്ടും, കിട്ടിയില്ലേ? കിട്ടി. എടേ നിലത്തില് എടാ ടോർച്ചടിച്ച്. പിന്നെ എവിടെ? ആ ഗാഡ് ആ അത് ചെറുതാണല്ലേ. എവിടെ നോക്കട്ടെ, ചെറുതിനെ നിലത്ത് വെച്ച് കാണിച്ച്. ആ ഒരു കറിക്കുണ്ട്, അത് കൊള്ളാം. എൻ്റെ വെള്ളം എനിക്ക് കൊള്ളാം. ജെറ്റ് ഇട്ടല്ലേ. പിന്നെയും പിന്നെയും എന്ത് അതിനായിട്ട് നിലത്തിട്. മറ്റേ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അല്ലേ? മറ്റേ എണ്ണയാണ് അപ്പം ഇത്. ഒന്ന് അടിച്ചേക്ക്. ആ ഓക്കെ, ഇതാണ്. ഓ ഗിറ്റാർ അടിക്കണം കിടറെന്ന് പറഞ്ഞിട്ട് തബലായിക്കണണ്ട. ഞണ്ട് എവിടെ കയറിയോ? ആ അങ്ങനെ ഒത്തു. അവൻ്റെ ആളെയുണ്ട് അവിടെ അല്ലേ? കേറിയാ? കേറിയിട്ട് ചാടി പോയി. അച്ചോ ഇങ്ങോട്ട് ചാടി. ശരി കല്ലുണ്ടോ? ഇട്ടിട്ടാ? പക്ഷേ നമുക്ക് യോഗമില്ല. ഇപ്പം നമുക്ക് യോഗം ഉണ്ടമ്മണി അല്ലേ? കേട്ടോ ഷോ ജസ്റ്റ് മിസ്. ആ അത് കിട്ടും കേട്ടോ നമുക്ക്. ഓഫ് അത് ഇളക്കിയല്ലോ അവിടെ. ജെറ്റ് ഇട്ട് കളഞ്ഞത് അത് ആ സൈഡിൽ തന്നെ ഇളക്കി ഒന്ന് കയറ്റി നോക്കി. ഓഫ് ഓഫ് കല്ലായിപ്പോയി, കല്ലായിപ്പോയി അല്ലേ ആടാ? ആ ഗ്യാപ്പിലോട്ട് പയ്യെന്ന് ഇറക്കി നോക്കി ചേട്ടാ. ആ ആ ആ മതി മതി. എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ഇത്രയും ടൈമൊന്നും കൊടുത്ത് ബുദ്ധിമുട്ടിക്കല്ല. എന്താണിത്? വാവ്.
ഉഫ്, നല്ല അനുസരണുള്ളതുണ്ട്. നല്ല അനുസരണുള്ളതുണ്ട്. നമ്മുടെ ഷൂവിൻ്റെ അടിയിലോട്ട് അയ്യോ പൊട്ടയണ്ട നച്ചളങ്ങേണ്ട വാട്ടറ. അതെ, അതെല്ലാത്തിനെയും പിടിക്കും. കൊടുക്ക ശരിയാണല്ലോ, വലിയ പുറത്തില്ലല്ലേ? ആ ഓഫ് കിട്ടിയില്ലേനാ. പക്ഷെ അതിനൊന്ന് ഇളക്കി വിട്. അത് ശരിയാണല്ലോ. നമ്മുടെ വലയിൽ കയറും, കയറും ഒന്ന്. ആ അത് തന്നെ. ഓഫ് അടിപൊളി പുറത്തല്ലേ. അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പ്രേക്ഷകർ തന്നെ പുകഴ്ത്തും. പക്ഷെ എൻ്റെ പ്രേക്ഷകർക്ക് ചേടാ ഒന്ന് ഇളക്ക്. ആ ശരിയാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കേ. ഉഫ്, അങ്ങനെയൊന്നും കാണിക്കല്ലേ. ഓ ആറ്റത്താണ്. ഇല്ല അത് പൊങ്ങിക്കിടക്കണ ആറ്റം. അങ്ങാട്ട് കിട്ടിച്ചേ. വാ അത് കലക്കി സൈമ. അങ്ങോട്ട് ഇട്ടേ. അയ്യോ ഓഫായിക്കോ. അയ്യോ എന്തിനാണെന്ന് വെറുതെ നമ്മുടെ കൈയൊക്കെ കളയണം. രണ്ടെണ്ണത്തിനെയും പൊക്കിയില്ലേ? ഉറുമ്പ് കയറി. ഞാൻ എടുക്കാം. ചക്ക എടുത്തോ ചെമ്പല്ലി കുഞ്ഞിനേക്കോ. നച്ചക്ക ചെമ്പല്ലിക്കുഞ്ഞാണ് ഞങ്ങളെ പറ്റിച്ചു. നച്ചക്ക കേറി കരിമീൻ. ഇങ്ങോട്ട് ഓക്കേ. പാവം. സമ്മറടിക്കണണ്ട അല്ലേ? ആരെങ്കിലും പറ്റുമോ സമ്മറടിക്കാൻ? കണ്ട എത്ര കാശ്. പാവം. വാ ഇനി എൻ്റെ ചട്ടി കിടക്കാം. അങ്ങനെ അങ്ങ് പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് ഒരു നച്ചക്കട മടയിലോട്ടാണ്ടാ. നല്ല രസമുള്ള ഈ മീനാണെങ്കിലും കണ്ട ഒരു കുത്തി കിട്ടിയാൽ നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒന്നും വേണ്ടാണ്ട് കിറ്റിലോട്ട് തലയിൽ പിടിച്ചങ്ങാട്ടിട്ട്. കാരണം ഞാനൊരു പ്രാവശ്യം അറിയാണ്ട് ഒരു കുത്തി മേടിച്ചിട്ട് കൈ മൊത്തം നീരായി. 2 ദിവസം അനക്കാൻ പറ്റാണ്ടായില്ല. കാരണം നല്ല കട്ടുകഴപ്പും നല്ല വേദനയാണ്. അതുകൊണ്ട് ഇതിനെ നോക്കി പിടിച്ചില്ലെങ്കിൽ പണി പോളും. ഒരു ദിവസം അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ അടുത്തതിനെ പിടിച്ചിട്ട് പിടിക്കും. നല്ല എൻ്റെ പിടച്ചിലൊക്കെ മാറി നിന്ന് വന്നിട്ട് തലയിൽ പിടിച്ചങ്ങോട്ട് ഇടും. അതെ അത് നല്ല അടിപൊളിയായിരുന്നു അല്ലേ? നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റി. അത് കൊള്ളാം. പോട്ടെ ആയിട്ടോ. ദേ കിടക്കണം. ദേ കിടക്കുന്നത് കൊള്ളാതെ തലയിൽ പിടിച്ചിട്ട് കിറ്റിലോട്ട് ടിഷോ. കൊള്ളാല്ലേ? നല്ല രസമുണ്ടല്ലേ? പിങ്ങനെ അതെ ഇവിടെ ഒരു അൻസറിനുള്ള മീൻ നിൽക്കുന്നുണ്ട്. കണ്ട നമ്മുടെ വല കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് ഓടിക്കേറി തന്നു. പയ്യെ അങ്ങോട്ട് കൊള്ളാല്ലേ? നല്ല അൻസറിനുള്ള മീൻ. വല വെച്ച് കൊടുത്തപ്പോൾ തന്നെ കണ്ട അങ്ങോട്ട് കയറി പോന്നു. കണ്ടോ പാവം. എന്നാൽ അങ്ങോട്ട് സൂക്ഷിച്ചെത്തി തലയിൽ പിടിക്കുക. കിറ്റിലോട്ട് പിടിച്ചോ. ആറ്റുണ്ട്.
ആട്ടുതൊട്ടിൽ കിടത്തി ഉറക്കി നിന്നെ തുറക്കൂ. ഓഫാക്കി കളഞ്ഞ് കിട്ടിയാ അങ്ങടെ വെച്ചു കൊടുക്കുന്നു. കടിച്ച് ഉണ്ടോ? വാ അങ്ങോട്ടോ പോരട്ടെ. കുഴപ്പമില്ല, ഒരു പിടിച്ച് പറഞ്ഞതൊക്കെ അറിയല്ലേ. ഞാൻ എടുക്കാം. ആ മൂന്നാമത്തേനും കൂടി കയറ്റായിരുന്നില്ലേ? മൂന്നാമത്തേനും കയറ്റിയ രണ്ടിനെ ഒറ്റ ഷോട്ടിൽ കിട്ടണില്ലല്ലോ. കോലാൻസ് ആഹാ അത് എത്തുമല്ലോ നമ്മുടെ എത്തുമെന്ന്. ആ ഫ്രണ്ട്സ് ചേട്ടൻ പറഞ്ഞ പോലെ ഇതെന്താ കോലാൻ്റെ പെരുന്നാളാണ്. ഇനി അടുത്തത് എന്താ കോലാനൊക്കെ ഭയങ്കര അനുസരണുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇപ്പോൾ ഇങ്ങനെ വല വെച്ച് കൊടുത്താൽ കണ്ടതേ ഓടി കയറി പോവാം. എന്താണെന്നാവും ഇവിടുത്തെ കോലാൻ്റെ വട്ട ഏതാണെങ്കിൽ നമുക്ക് വട്ട ഏതാണ്. കോലാൻ മീനിൻ്റെ എപ്പോഴും പിടിക്കാൻ നേരത്തില്ലേ തല നോക്കി പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഹാനികരമായിരിക്കും. അപ്പോൾ തലക്ക് പിടിച്ച് കിറ്റിലോട്ട് ടിഷ്യും ടിഷ്യും ഇതേ കിടക്കണം. അതെ അടുത്തതും കോലാണ് കേട്ടോ. വല വെച്ചെടുക്കാൻ നല്ല ഭയങ്കര സമയം ലൈനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. നല്ല വലുതായതുകൊണ്ട് തന്നെ അതിനെ പിടിക്കുക. തലക്ക് നോക്കി പിടിച്ചിട്ട് നേരെ നമ്മുടെ ചുറ്റിലോട്ട് അങ്ങനെ ഇരിക്കതേ. ഒരു ഞണ്ടുണ്ടെന്ന് പറഞ്ഞതേ നമ്മുടെ ഒരു കമ്പി ഉണ്ടായിരുന്നേ. അപ്പോൾ അതേ ഞണ്ടിനെ നോക്കട്ടോ, ഞണ്ടിനെ ഒരു ചെറുതായിട്ട് നീക്കി കുത്തണം. ആ ഒച്ചയുടെ നല്ല രസമുണ്ടായല്ലേ. കിട്ടിയാ ഞണ്ട് കയറി സൂപ്പർ. അതിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് ഒറ്റക്കാലിനാണല്ലോ. ഉണ്ടാ അവിടെ ഇരുന്നപ്പോൾ 2 കാലുണ്ടായില്ലേ? ഞണ്ട് ചേട്ടൻ അതിനെ എന്ത് ചതിയാണ് ചെയ്തത്, നെഞ്ചത്തോട്ടിട്ട് ചുരുതി. ഇങ്ങനെ ഹണ്ടിങ് മതിയാക്കിയത് നമുക്ക് കിട്ടിയ ഹണ്ടിങ്ങിൻ്റെ റിസൾട്ട്. കുറേ കോലാനും കുറേ നച്ചയ്ക്ക് ഒരു 4-5 കരിമീനും 2-3 ഞണ്ടും ഇത്രയൊക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.